എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പീച്ചി അണക്കെട്ടിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അണക്കെട്ടാണ് പീച്ചി അണക്കെട്ട്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 22-23 കിലോമീറ്ററാണ് പീച്ചിയിലേക്കുള്ള ദൂരം. തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പീച്ചിയിൽ കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് പീച്ചി അണക്കെട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് പീച്ചിയിലേക്ക് എത്താറായി. അപ്പോൾ അകലെ കാണുന്ന കവാടമാണ് പീച്ചിയിലേക്ക് കടക്കാനുള്ള ഗേറ്റ്. അവിടെ പീച്ചി ഡാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഴ നല്ല ശക്തിയായി പെയ്തതുകൊണ്ട് തന്നെ ഡാമിലേക്ക് ഇഷ്ടംപോലെ വെള്ളം വന്നു ചേർന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ തുറക്കാനുള്ളൊരു കാരണം. ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ 20 രൂപയാണ് ഒരാൾക്ക് അഡൽറ്റിനുള്ള ചാർജ്, കുട്ടികൾക്ക് 10 രൂപയും. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ഈ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന സമയത്താണ് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഇത്തവണ ഈ ഷട്ടറുകൾ തുറക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. അങ്ങനെ കുറേ നേരത്തെ ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് വന്ന സമയത്ത് അധികം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നല്ല അന്തരീക്ഷം തന്നെയായിരുന്നു. ഈ ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് 41.85 മീറ്ററാണ്. അതുപോലെ ഇതിൻ്റെ നീളം 213 മീറ്ററാണ്. വീതി 4.27 മീറ്ററും. ഈ പീച്ചി അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1947-ലാണ്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് 1958-ലാണ്. അതുപോലെ തന്നെ പീച്ചി അണക്കെട്ടിന് 4 സ്പിൽവേകളാണ് ഉള്ളത്. കേരളത്തിലൊരു മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന നിലയിലാണ് 1957 ഒക്ടോബർ 4-ന് കേരള ഗവർണറായിരുന്ന ബി രാമകൃഷ്ണറാവു രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ ജലസേചന പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 17,555 ഹെക്ടർ പ്രദേശത്ത് ജലസേചനം സാധ്യമാക്കുന്നുണ്ട്. പ്രധാനമായും മുകുന്ദപുരം, തലപ്പള്ളി, തൃശ്ശൂർ, ചാവക്കാട് താലൂക്കുകളിലെ പ്രദേശങ്ങളിലേക്ക് വിവിധ കനാലുകൾ വഴിയാണ് ജലമെത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ പീച്ചി അണക്കെട്ടിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി KICBയുടെ പീച്ചി ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിവർഷം 33 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഡാമിൻ്റെ താഴേക്ക് ഇറങ്ങാനായിട്ട് സൈഡിൽ ചവിട്ടുപടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുൻപും പലതവണ പീച്ചി ഡാം സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തുറക്കുന്ന സമയത്താണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ആ വെള്ളം അങ്ങോട്ട് ഒഴുകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ഈ അണക്കെട്ടിൻ്റെ വലതുകര കനാലിലൂടെ വേനൽക്കാലത്ത് ജലസേചനത്തിനായി തുറന്നുവിടുന്ന ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദനത്തിന് ശേഷം വെള്ളം കനാലിലേക്ക് തന്നെ തുറന്നുവിടും. അണക്കെട്ടിലെ ജലം 2 ശാഖകളായാണ് തുറന്നുവിടുന്നത്. ഒന്ന് മുടക്കം വരാതെയുള്ള ജലസേചനത്തിനും മറ്റൊന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായാൽ ജലസേചനത്തിൽ മുടക്കം വരാതിരിക്കാനാണ് 2 ശാഖകളായിട്ട് ജലം തുറന്നുവിടുന്നത്. ഇവിടെ അണക്കെട്ട് കൂടാതെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ അകലെ കാണുന്നൊരു ബിൽഡിംഗ് കണ്ടില്ല, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറുകയാണെങ്കിൽ ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും.